എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെലീനിയത്തിൽ വരാൻ പോകുന്ന ഒരു മേജർ അപ്ഡേറ്റിനെ കുറിച്ചാണ്. സെലീനിയം ഈ വർഷം സെപ്റ്റംബർ 30 ജാവ 8 സപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ബ്ലോഗ് സെലീനിയത്തിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ഓൾറെഡി ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൺ സെപ്റ്റംബർ 30, 2023 ജാവ 11 വിൽ ബി ദ മിനിമം വേർഷൻ സപ്പോർട്ടഡ് ബൈ സെലീനിയം. അതായത് സെപ്റ്റംബർ 30 തൊട്ട് ജാവ 8 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലീനിയത്തിലെ ഫങ്ഷണാലിറ്റീസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. മിനിമം നമ്മുടെ സിസ്റ്റത്തിൽ ജാവ 11 ആയിരിക്കണം വേണ്ടത്, കറക്റ്റായിട്ട് സെലീനിയം വർക്ക് ആകണം എന്നുണ്ടെങ്കിൽ. ഇനി ഈ ഒരു ചേഞ്ച് വരുത്താനുള്ള കാരണം എന്താണെന്ന് അവർ ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. സെലീനിയം ഹാസ് ലോങ് സപ്പോർട്ടഡ് ജാവ 8 ബട്ട് as technology evolves so must we. One of the primary reasons for this change is that Java 8 reached at the end of active support over a year ago. ഒരു റീസൺ ആയിട്ട് അവർ പറയുന്നത് ഒറാക്കിൾ ജാവ 8 ആക്റ്റീവ് സപ്പോർട്ട് ഒരു വർഷം മുമ്പ് നിർത്തിയിട്ടുണ്ട്. അതൊരു റീസൺ ആണ്. ഈ വെബ്സൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ജാവ വേർഷന്റെ ഡീറ്റെയിൽസ്, ആക്റ്റീവ് സപ്പോർട്ട് നിർത്തിയ മാസം, വർഷം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അറിയാം. അപ്പം ജാവ 8 സെക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം ഈ വേർഷൻ റിലീസ് ചെയ്തത് 2014 ഈ വേർഷന്റെ ആക്റ്റീവ് സപ്പോർട്ട് ഒരു വർഷവും 2 മാസത്തിന് മുമ്പ് ആയിട്ട് നിർത്തി. അതായത് 31 മാർച്ചിൽ അത് അവസാനിപ്പിച്ചു. ഇപ്പം ഈ ഒരു വേർഷന് ഒറാക്കിള് ചെയ്യുന്ന ഏക സപ്പോർട്ട് സെക്യൂരിറ്റി സപ്പോർട്ടാണ്. അപ്പം അതൊരു റീസൺ ആണ് ജാവ 8 സപ്പോർട്ട് സെലീനിയം നിർത്താൻ. അത് മാത്രമല്ല, പിന്നെ ഉള്ള ഒരു റീസൺ സെലീനിയത്തിനകത്തുള്ള ഒരു ബഗ്ഗാണ്. അതിനെക്കുറിച്ചും ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇൻ അഡീഷൻ, അവർ ഡീഫോൾട്ട് HTTP client has not had a major release in several years and a bug has been found that we cannot fix. ഈ ഒരു ഇഷ്യൂ സെലീനിയം ടീം ഫേസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. പിന്നെ അവരെ ഡീഫോൾട്ട് ആയിട്ട് ഒരു HTTP ക്ലയന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ HTTP ക്ലയന്റിൽ നിന്ന് അവർ മാറി ജാവ HTTP ക്ലയന്റ്, നേറ്റീവ് ആയിട്ടുള്ള HTTP ക്ലയന്റിലേക്ക് മാറുകയാണ്. പക്ഷെ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ജാവ 11 അതിന് മുകളിലോട്ടുള്ള വേർഷൻ യൂസ് ചെയ്യണം. അപ്പൊ അതൊരു റീസൺ ആയിട്ട് മാറി. അപ്പം ഇത്രയും റീസൺസ് ഉള്ളത് കൊണ്ടാണ് സെലീനിയം സപ്പോർട്ട് ജാവ 8 നിർത്തിയത്. ജാവ വേർഷൻ 11 നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്യാനുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ജാവ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സെലീനിയത്തിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.